ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ഡി കാസ്റ്റ്. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. നമ്മൾ ഗാരേജിൻ്റെ ഒരു വർക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിൽ നിർത്തിയിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഫിഗേഴ്സിനെ മേടിക്കാൻ വേണ്ടിയുള്ളൊരു ഓട്ടത്തിലായിരുന്നു. ഫിഗേഴ്സ് മെക്കാനിക്സിനെ ആഡ് ചെയ്യാമല്ലോ എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷേ മെക്കാനിക്കൽ ഫിഗർ അന്വേഷിച്ച് കിടന്നിട്ട് അതിന് നമ്മുടെ കൊച്ചിയിലൊന്നും അവൈലബിലിറ്റി കാണിക്കുന്നില്ല. ഞാനിപ്പോൾ എറണാകുളം ബ്രോഡ്വേന്ന് കുറച്ച് ഫിഗേഴ്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അഡ്ജസ്റ്റ്മെൻറ്റിൽ മെക്കാനിക്സിനെ പണിതാലോ എന്നുള്ളൊരു ആലോചനയാണ് എനിക്ക്. ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാരേജിലോട്ട് കാർസൊക്കെ വരുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. പിന്നെ ഈ മെക്കാനിക് ഫിഗേഴ്സ് ഇപ്പോൾ മേടിച്ചിരിക്കുന്ന ഫിഗേഴ്സ് നമുക്കത് മെക്കാനിക്സ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടി വരും. ഗൈസ്, അപ്പോൾ നമ്മുടെ ഗാരേജ് ഇപ്പോൾ ഒരു ബാറ്റിൽ ഫീൽഡായി മാറിയിരിക്കുകയാണ് ഗൈസ്. കണ്ടില്ലേ? ഞാനിപ്പോൾ ബ്രോഡ്വേന്ന് തൽക്കാലത്തൊക്കെ മേടിച്ചതാണ്. നമുക്ക് ഇവരെല്ലാം ഒന്ന് റീബിൽഡ് ചെയ്ത് നോക്കാം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നോർമൽ ആർമി ഫിഗേഴ്സാണ്. ഈ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയുള്ള ആർമി സെറ്റപ്പ് വെച്ച് കളിക്കാൻ വേണ്ടിയുള്ള ഫിഗേഴ്സായിരുന്നു. അപ്പോൾ നമുക്കിതിന് രൂപമാറ്റം വരുത്താം ഗൈസ്. ഇപ്പോൾ കാണുന്നതിൽ നിന്നും പട്ടാളക്കാരിൽ നിന്നും നമുക്ക് നേരെ മെക്കാനിക്സ് ആക്കാൻ വരാം. അവരെ കണ്ടില്ലേ? പുള്ളി സ്കോപ്പ് ചെയ്തോണ്ടിരിക്കണേ ഗണ്ണൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ ഇതൊക്കെ എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് നമുക്ക് വേറൊരു രീതിയിലോട്ടാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഒരു കാർ ലിഫ്റ്റിൻ്റെ ഒരു മോഡല് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ലാസ്റ്റത്തെ വീഡിയോയിൽ അത് ആഡഡ് അല്ല. ഇതായിരുന്നു ജസ്റ്റ് ഒരു കാർട്ടൺ പീസസ് കൊണ്ട് ചെയ്തതാണ്. ഇതിലും കളേഴ്സ് ഒന്ന് ആഡ് ചെയ്യണം. ഇതിലൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യില്ല. ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടിരിക്കുള്ളൂ ഗൈസ്. നമ്മുടെ ഗാരേജിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ബോക്സ് പോലത്തെ ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ആർമി ടൂൾസ് ആയിട്ട് തോന്നുന്നുണ്ട്. ഗ്രൈനേഡും കാര്യങ്ങളൊക്കെ റോക്കറ്റ് ഷെല്ലാണെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിരിക്കണം. ഷെല്ലെല്ലാം നമുക്ക് ടൂളാക്കി മാറ്റാം, ടൂൾ ബോക്സ് ആക്കി മാറ്റാം. ഇങ്ങനെ കൊണ്ട് വെച്ചാൽ മതിയാവും തോന്നുന്നു. ഗൈസ്, പിന്നെ നമ്മുടെ ഗാരേജിലേക്ക് ഈ ഒരു പിക്കപ്പ് വാന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ഇത് നമുക്ക് ഈ ഫോർഡ് F-150 ഒക്കെ ഒരു മോഡൽ പോലെയൊക്കെ തോന്നിക്കുന്നുണ്ട്. കൺസെപ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കാരണം നമ്മുടെ ഗാരേജിൽ പിക്കപ്പ് വെഹിക്കിളാക്കി മാറ്റാം. അപ്പോൾ ഈ വെഹിക്കിളായിരിക്കും നമ്മുടെ വരുന്ന പുതിയ വണ്ടികളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു വലിച്ചു കെട്ടിക്കൊണ്ട് നടക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ വണ്ടിയിൽ. എന്നിട്ടോ ഈ വണ്ടി നമ്മുടെ പിക്കപ്പ് വെഹിക്കിളാക്കി മാറ്റി നമ്മുടെ ഗാരേജിൻ്റെ സ്വന്തം വണ്ടിയായിരിക്കും. ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. വേറൊരു വീഡിയോ നമ്മൾ ഇതിൻ്റെ മേക്ക് ഓവറിലോട്ട് വരാം.
ക്യാരക്ടേഴ്സ് ഒരു എല്ലാം എടുക്കുന്നില്ല, ഒരു 4 മെക്കാനിക്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമ്മുടെ മേക്ക് ഓവറാണ് വരുന്നത്.